ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. അതിന് വേണ്ടിയിട്ട് വടപ്പരിപ്പ് ഞാനൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുതിർത്തിട്ട് നമ്മളതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സവോള അരിഞ്ഞത് വേണം, പിന്നെ കുറച്ച് പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പരിപ്പുവടയ്ക്ക് വേണ്ടത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് കുതിരണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് അരയ്ക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് എടുത്താൽ മാത്രം മതി. നല്ല ഇതുപോലെ ഇരിക്കണം. അപ്പം ഈ ഇരിക്കുന്ന മിക്സ് എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്തൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഒരുപാട് അരഞ്ഞും പോകരുത്, ഏകദേശം ഒരു ഇച്ചിരി ചതഞ്ഞും വരണം, എന്നാലൊട്ട് അരഞ്ഞും പോവുകയും ചെയ്യരുത്. ആ ഒരു മീഡിയം രീതിയിലെടുക്കണേ. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നമുക്ക് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകുണ്ട്, സവോള, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ സവോള നമ്മൾ എടുത്തേക്കുന്നതുകൊണ്ട് ആ സവോളയുടെ ഒരു വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരുവേ. അപ്പം വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. ഇനി നമ്മൾ എണ്ണ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, ഏത് പാത്രത്തിലാണോ നിങ്ങൾ വറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ചെറുതായിട്ട് ഒന്ന് മാവിട്ട് നോക്കി അതായോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവേ. അപ്പം നമ്മളൊരു ചെറിയൊരു ബോള് പോലെ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് കൈ ഒന്ന് ചെറുതായിട്ട് വേണം നമുക്ക് നനച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പരിപ്പ് വടയുടെ ഷേപ്പ് വരുവേ. അപ്പം ഇതാണ് അതിൻ്റെ ഷേപ്പ്. എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളപ്പം തീ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. എന്നിട്ട് ബാക്കിയുള്ള പരിപ്പ് വടകളും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഒരു വശം ആവുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യാം. കുറച്ച് ലേറ്റ് ആവും, കുറച്ച് താമസിക്കും, കാരണം അതിൻ്റെ ഉള്ളെല്ലാം വെന്ത് വരണമല്ലോ. അല്ലെങ്കിൽ എന്നാലൊരു ക്രിസ്പി ആയാലേ ഉള്ളൂ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ക്രിസ്പി ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വേണ്ട ആയി വന്നിട്ടുണ്ട്, ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്, കണ്ടോ? ഇതേപോലെ എനിക്ക് ഒത്തിരി നന്നായിട്ട് ഫ്രൈ ആവുന്ന ഇഷ്ടം. എന്നിട്ട് നമുക്ക് ഒരു വശമായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. എന്നിട്ട് ബാക്കിയുള്ള ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ആ വശവും നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി. ഇതാവാൻ കുറച്ച് താമസം എടുക്കും, കാരണം ആ ഒരു വെന്ത് വരാനുള്ള ടൈം. കാരണം നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരുപാട് കട്ടിയിലൊന്നും അല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി എളുപ്പത്തിൽ വന്നു. അത് നമ്മൾ കുറച്ചുകൂടെ ഇതാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ താമസിക്കും. അപ്പോൾ നമ്മുടെ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ പരിപ്പോടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പുവട. അപ്പോൾ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ വീട്ടിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.